ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് റമളാൻ ക്ലീനിങ് ബ്ലോഗായിട്ടാണ്. റമളാൻ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് വീടും പരിസരമൊക്കെ ഒരുക്കിയെടുക്കൽ. റമളാനിനെ വരമേൽക്കാൻ വേണ്ടിയിട്ട് വീടും പരിസരമൊക്കെ ഒരുക്കൽ. ഇന്നത്തെ ദിവസം അതായിരുന്നു നമ്മുടെ ക്ലീനിങ് ഡേ. ഫസ്റ്റ് തന്നെ മുകളിലെ റൂമിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം മാറ്റി വാഷ് മെഷീനിലേക്ക്, എല്ലാ റൂമിലത്തെയും വാഷ് മെഷീനിലേക്ക് ഇട്ടുകൊടുത്ത്, പിന്നെ അതിന് ശേഷം ജനലും കാര്യങ്ങളെല്ലാം തുറന്ന് ഒന്ന് പൊടിയൊക്കെ തട്ടി നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുത്ത്. അതിനുശേഷം മിററിൻ്റെ തായിൽ 2 വെൽപ്പുണ്ടായിന്. അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇതിൽ വെച്ച് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കളഞ്ഞ് അതിന് ശേഷം ഒന്ന് നനഞ്ഞ തുണി തന്നെ ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ച് അതെല്ലാം ഒന്ന് കാറ്റ് കൊണ്ടതിന് ശേഷമാണ് അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്തു വെച്ചത്. അവിടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിൽ തന്നെ വെച്ചിട്ട് അടച്ചു വെച്ച് അതൊക്കെ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം മുകളിലുള്ള ആ ഒരു സ്ഥലം കൂടി ഒന്ന് തുടച്ചെടുത്ത് ക്ലീൻ ചെയ്ത് കൊടുത്ത്, മിറർ ലാസ്റ്റ് തുടക്കുന്ന ടൈം, എന്നാലും തുടച്ചെടുക്കുന്ന ടൈം മിററും പേപ്പർ വെച്ചിട്ടാണ് തുടച്ചത്. അതിനുശേഷം ബെഡിന് മുട്ടിയിട്ട് തന്നെ ആദ്യം ഈ ടീപ്പോയി ഉണ്ടായിരുന്നു ബ്ലാക്ക്, അതിൽ നിറച്ചും പൊടിയായിരുന്നു. അതും ഒന്ന് തുടച്ചെടുത്ത് അത് ബെഡിന് മുട്ടിയിട്ട് ഒരു വെൽപ്പം കൂടി ഉണ്ടായിന്, അതും ഒന്ന് തുടച്ചെടുത്ത്. നല്ല പൊടി ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ തുണിയൊന്ന് കഴുകി മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം കയ്യിൽ പിടിച്ചിട്ടാണ് ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അതെല്ലാം ഒന്ന് തുടച്ച് സെറ്റായതിന് ശേഷം ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. ആ ലൈറ്റും കാര്യങ്ങളും ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചെടുത്ത്. അങ്ങനെ ഈ റൂമിൽ ഏകദേശം തുടക്കൽ പരിപാടി കഴിഞ്ഞ് അതിനുശേഷം ഒന്ന് വണ്ണാമ്പലെല്ലാം ഫാനിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം ഷെൽഫിൻ്റെ മുകളിലുള്ള വണ്ണാമ്പല അങ്ങനെയെല്ലാം കളഞ്ഞ് ഒന്ന് അടിച്ച് കോരിയെടുക്കുകയും ചെയ്തിന്. ഫുള്ളായിട്ടൊന്ന് അടിച്ച് കോരിയെടുത്ത്. നല്ല പൊടിയേ ഉണ്ടാവും, അല്ലാണ്ട് പേപ്പറും കാര്യങ്ങളും അങ്ങനത്തെ കച്ചറ അതൊന്നും ഇവിടെ ഉണ്ടാവില്ല, കാരണം ഇത് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ കച്ചറയൊന്നുമില്ല. ലാസ്റ്റ് അതും ഒന്ന് ഫുള്ളായിട്ട് വൃത്തിയാക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എല്ലാം ഒന്ന് പൊടിയും തട്ടലും ആ റൂമൊന്ന് തുടച്ചെടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റും കൂടി പിരിച്ച് നമ്മൾ ജനലും കാര്യങ്ങളെല്ലാം തുറന്നത് അന്നേരം തന്നെ അടച്ച് ആ റൂമും അന്നേരം തന്നെ ക്ലോസ് ചെയ്തതിന്. കാരണം ഈ ജനലും കാര്യമെല്ലാം പിന്നെ ലാസ്റ്റ് അടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം താഴെത്തിക്കഴിഞ്ഞാൽ മുകളിൽ കയറൽ കുറച്ച് പണിയാവും, പിന്നെ രാത്രിയെല്ലാം ആവും. അതുകൊണ്ട് വേഗം അന്നേരം തന്നെ അതെല്ലാം ഒന്ന് അടച്ചെടുക്കിയതിന് എല്ലാം ഒന്ന് അടച്ച് വൃത്തിയാക്കി അന്നേരം തന്നെ ക്ലോസ് ചെയ്ത്. എന്നിട്ട് മറ്റേ റൂമിലേക്ക്, ഇത് അനിയത്തിൻ്റെ റൂമാണ്, അവളുടെ റൂമെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അവളിവിടെ ഇല്ലാതുകൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്യലില്ല, അതൊന്ന് അടച്ച് പിന്നെ എൻ്റെ റൂമിലേക്കാണ്. അതും ഇതേപോലെ തന്നെ ആദ്യം തന്നെ ജനലും കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്ന് പൊടിയും കാര്യങ്ങളെല്ലാം ഒന്ന് തട്ടി ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ജനലിൻ്റെ ഫുൾ കമ്പിയും ആ മരമെല്ലാം ഒന്ന് തുടച്ചെടുത്ത് അതിനുശേഷം ബെഡിന് 2 സൈഡിലും ഇതേപോലെ ഒരു മേശ ഉണ്ടായിന്. ആ വലുപ്പം ഒന്ന് തുടച്ച് നനഞ്ഞ തുണി തന്നെ വെച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്ത് അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച സാധനങ്ങളും, കാരണം എൻ്റെ മോൻ്റെ മരുന്നും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല വെൽപ്പ് വൃത്തിയാക്കാൻ നല്ല പണിയുണ്ടായിന്. പിന്നെ ഒന്ന് ടിപ്പോയും കാര്യങ്ങളെല്ലാം ഒന്ന് ഇതാക്കി അതേപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ഫുള്ളായിട്ട് വണ്ണാമ്പലെല്ലാം കളഞ്ഞ് അടിച്ചു വാരിയെടുക്കലാണ്. ഫുൾ വണ്ണാമ്പല കളഞ്ഞ പൊടിയും കാര്യങ്ങളും ഉണ്ടാവും. കാര്യമായിട്ട് പേപ്പറും കാര്യങ്ങളൊന്നും ഈ റൂമിലൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ തന്നെ മോനും ഉണ്ടാവും. അവൻ
ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും ഹെൽപ്പ് വേണമെന്ന്. ഈ റൂമിൽ പിന്നെ ബെഡ്ഷീറ്റൊന്നും മാറ്റാനുണ്ടായിട്ടില്ല, കാരണം അത് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിട്ടില്ല, ബെഡ് കവറാണത്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്നേരം തന്നെ ജനലും കാര്യങ്ങളെല്ലാം ഒന്ന് അടച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ലൈറ്റും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്ത് അന്നേരം തന്നെ റൂം ക്ലോസ് ചെയ്തെടുത്തിന്. കാരണം പിന്നെ കയറലെന്ന് വെച്ചാൽ രാത്രിയാവും, അതുകൊണ്ട് വേഗം അന്നേരം തന്നെ അതെല്ലാം ഒന്ന് ചെയ്തേന്. എല്ലാ പൊടിയും കണ്ട എത്രയും പൊടികളാണ്, പൊടി നല്ല പൊടിയുണ്ട്. അതൊക്കെ ഒന്ന് തുടച്ച് ഡോറും അതേപോലെ ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചിട്ടുണ്ടായിന്. എല്ലാ ലൈറ്റും എല്ലാം ഓഫാക്കി അങ്ങനെ റൂം ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് സെൻട്രാളത്തെ മുകളിലെ സെൻട്രാളിലെ ജനലും കാര്യമാണ്. നല്ല പൊടിയുണ്ടായിന്. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടായത് ഈ ഒരു സെൻട്രാളത്തെ ജനലിനാണ്. അത് നല്ലോണം തുടച്ച് കളയേണ്ട വന്നിന്. അതൊന്ന് തുടച്ച് സെറ്റായതിന് ശേഷം ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഞാൻ മെഷീനിലിട്ടിനെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം ഒന്ന് എടുത്ത് ആറിയിടുന്ന സ്ഥലത്തും ഇതേപോലെ പ്രാവ് കൂട് കെട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെതായ കച്ചറയും ഇതെല്ലാം ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ച് ആദ്യം ഒന്ന് അടിച്ചു വാരി എടുത്തേക്കാന്ന്. അതും അടിച്ചു വാരി കളഞ്ഞ് എന്നിട്ട് മെഷീനിലേക്ക് ഉണങ്ങിയ തുണികളെല്ലാം എടുത്തിട്ട് അവിടെ തന്നെ ആറിയിടുകയും ചെയ്തു. അന്നേരം തന്നെ ആയൊരു പണിയും കൂടി വേഗം തീർത്ത് പിന്നെ ബാക്കി സെൻട്രാളിലെ പൊടി തട്ടലും കാര്യങ്ങളെല്ലാം അതെല്ലാം ഒന്ന് വേഗം ഒന്ന് അടിച്ച് പൊടിയൊക്കെ തട്ടി ഒന്ന് സെറ്റാക്കിയെടുത്ത് അതിന് ശേഷം മോൻ്റെ കളിക്കുന്ന വാൽക്കണിയിലാണ് മോൻ്റെ കളിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടായിന്. അതും ഒന്ന് അവിടെയും ഒന്ന് വൃത്തിയാക്കാൻ ഉണ്ടായി. പിന്നെ ഈ സ്റ്റെയർ കേസ് എൻ്റെ പിടിയെല്ലാം നല്ല പൊടി പിടിച്ചിട്ടുണ്ടായിന്, അതും ഒന്ന് വെള്ളം വെച്ച് തുടച്ചിന്. നല്ല പൊടിയുണ്ട്, കാരണം ആ വെള്ളം വെച്ച് തുടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പൊടി ഉണ്ടായിന്. അതെല്ലാം ഒന്ന് തുടച്ചെടുത്ത് സെൻട്രാളും ഒന്ന് അടിച്ച് കോരി ശേഷം മോൻ്റെ ബാൽക്കണിയിലേക്ക് പോയി മോൻ്റെ ടോയ്സും കാര്യങ്ങളെല്ലാം നല്ല പൊടി പിടിച്ചിട്ടുണ്ടായിന്. അതും അവിടെ ഇങ്ങനെ പൊടി പിടിക്കലായിരുന്നു. അതും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്ത് ഒന്നെല്ലാം സെറ്റ് ചെയ്ത് അടിച്ച് തുടച്ച് സെറ്റ് ചെയ്ത് വെച്ച് സെൻട്രാളും മുകളിലെല്ലാം വൃത്തിയായി. മുകളിലെ കാര്യം ഏകദേശം ഓക്കെ ആയി. അന്നേരം തന്നെ അതും ക്ലോസ് ചെയ്തിട്ട് മുകളിലെല്ലാം എല്ലാ ഡോറെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം താഴേക്ക് വിട്ട് സ്റ്റെയർ കേസും കാര്യങ്ങളെല്ലാം നിറം അടിച്ച് കോരിയിട്ടും അതിൻ്റെ പിടിയും സ്റ്റെയർ കേസിൻ്റെ പിടിയും കാര്യങ്ങളെല്ലാം അന്നേരം തന്നെ തുടച്ചെടുത്ത് മുകളിലെ ബാത്റൂമിൽ ഹാർപ്പിക്കും കാര്യങ്ങളെല്ലാം ഒഴിച്ച് വെച്ച് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഒരു കൈയോട് ഇങ്ങനെ എല്ലാം എടുക്കാൻ കഴിയുന്നുണ്ടായിട്ടില്ല. പിന്നെ താഴേക്ക് വന്ന് ആദ്യം തന്നെ മുറ്റത്തെ സോഫയും പുറത്ത് കോലായിലെ സോഫയും കാര്യങ്ങളെല്ലാം ഒന്ന് അതിൻ്റെ ചുറ്റുമുള്ളതും പൊടി തട്ടിയും അവിടുത്തെ എല്ലാം വണ്ണാമ്പല കളഞ്ഞ് താഴേക്ക് പൊടിയാക്കിയും ഒന്ന് സോഫ ഇതേപോലെ തന്നെ വെള്ളം വെച്ച് തുണിയെ ഒന്ന് നനച്ചിട്ട് അതും ഒന്ന് തുടച്ചെടുത്തിന്. ഇതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ ഈ പറവളയിലെല്ലാം ഓരോ സാധനങ്ങളുണ്ടായി, നല്ല പൊടി ഉണ്ടായിന്, അതെല്ലാം ഒന്ന് തുടച്ചെടുത്ത് അതുപോലെ തന്നെ ഫുള്ളായിട്ട് സോഫൻ്റെ എല്ലാ ഓരോ സൈഡിലും നല്ല പൊടിയായിരുന്നു. അതും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് നനഞ്ഞ തുണി വെച്ചിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. കഴിഞ്ഞ് ഇവിടുത്തെ ടീപ്പോയി അവിടെയും നല്ല പൊടിയുണ്ടായിരുന്നു. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിട്ടെല്ലാം വെച്ചിട്ടില്ല, ഇതാണ് മുകളിലത്തെ പോലെ പൊടിയല്ല,
ഇങ്ങനെ വെള്ളത്തിൻ്റെ ഗ്ലാസും കാര്യങ്ങളെല്ലാം വെച്ച് അതിൻ്റെ കല പോലെ ഉണ്ടായിന്. അതെല്ലാം ഒന്ന് തുടച്ച് ഫുള്ളായിട്ട് അടിച്ച് കോരാന്ന്. നല്ല പൊടി ഉണ്ടായിന് അതേപോലെ തന്നെ. എന്നിട്ട് പിന്നെ ഈ ഒരു റൂം, ആ ബെഡ്ഷീറ്റെല്ലാം ഞാൻ താഴെ ആദ്യം എടുത്തതായിരുന്നു. എല്ലാം അലക്കി ആറിയിട്ട് കഴിഞ്ഞ് ഇതും താഴെ റൂമിലും ജനലും കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്ന് അതും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയെന്ന്. ഇവിടുത്തെ മേശ എൻ്റെ കുറേ സാധനങ്ങളായിട്ട് നിറഞ്ഞിട്ടുണ്ടായിന്. അതെല്ലാം ഞാനൊന്ന് ഒതുക്കി വെച്ച് അവിടെ ഒന്ന് തുടച്ചെടുത്ത് വെള്ളം വെച്ചിട്ട് ഈ ഗ്ലാസിൻ്റെ ഒരിതാണ്, അതുകൊണ്ട് അതിനൊരു പേപ്പർ വെള്ളം വെച്ചിട്ട് പേപ്പർ വെച്ച് തുടച്ചെടുക്കുക ഇതിന്. അതും കഴിഞ്ഞ് ഈ റൂമിലും ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി തുടച്ചെടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ഈ റൂമും കഴിഞ്ഞ് അപ്പുറത്തെ റൂമും സെയിം ജനലും കാര്യങ്ങളെല്ലാം തുടച്ച് അതേപോലെ തന്നെ വൃത്തിയാക്കിയെടുത്ത്. പിന്നെ വാഷ് ബേസിൻ്റെ ഇവിടെ ആദമിൻ്റെ എണ്ണയും ബ്രഷും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിന്. അതെല്ലാം എടുത്ത് മാറ്റി അതേപോലെ വാഷ് ബേസ് ഒന്ന് ഹാർപ്പിക്കെല്ലാം വെച്ച് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് അരച്ച് ക്ലീൻ ചെയ്തെടുത്ത് ആ സൈഡും എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിന്. ഇതിനിടയിൽ മോൻ്റെ ടോയ്സ് എല്ലാം ഉണ്ടാകുമ്പോൾ ഓനെ അതെല്ലാം എടുത്ത് മാറ്റും. എൻ്റെ ഉമ്മമ്മ അങ്ങനെയാണ്, അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പം അതിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കണ്ടാൽ ഞാൻ എന്നാലും അടിച്ച് ലാസ്റ്റ് എടുക്കാൻ നിൽക്കും. ഉമ്മമ്മ അടിക്കുന്നോറും എടുത്ത് മാറ്റും. അതുപോലെയാണ് എൻ്റെ മോനും. അവനും അവൻ്റെ കാര്യങ്ങളും വീട്ടിൽ ആവശ്യമുള്ള സാധനമായാലും അടിച്ച് കളയുമ്പോൾ ഉമ്മ ഇത് വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റി വെക്കും. ഇത് സ്റ്റോർ റൂമിലെ പാത്രങ്ങളെല്ലാം വെക്കുന്ന ഒരു കബോർഡാണ്. അതും അതിൻ്റെ ഉള്ളിലെല്ലാം ഉമ്മ ഒതുക്കി വെച്ചിട്ടുണ്ടായിനി. പിന്നെ പുറത്തെല്ലാം ഒരു കല പോലെ ഉണ്ടായിട്ട് അതെല്ലാം ഒന്ന് ഞാൻ വൃത്തിയാക്കി എടുക്കലാണ്. പിന്നെ ഈ റൂമും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുത്ത്, ഒറ്റ കൈയായതുകൊണ്ട് ഞാനതൊന്നും വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ കിച്ചണും കാര്യങ്ങളെല്ലാം ഒന്ന് നല്ലോണം നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളെല്ലാം നല്ല അങ്ങനെ കുഞ്ഞ് ക്ലീനിങ് വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.